പലതരം ചേരുവയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലായ്പ്പോഴും നമ്മുടെ അടുത്ത് സവാളയും ചിക്കനൊക്കെ വഴറ്റിയെടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു വരില്ല. അങ്ങനെ ടൈം ഇല്ലാത്തപ്പോഴും പിന്നെ നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി ആട്ടോ അത്. ഈ റെസിപ്പി നിങ്ങൾക്ക് കണ്ടു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല ടേസ്റ്റി തന്നെയാട്ടോ ഈ ചിക്കൻ കറി ഉള്ളത്. ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിന്റെ കൈത്തിന്റെ എല്ല്, പിന്നെ കക്ക, കരള്, അതുപോലത്തെ മോശപ്പെട്ട കുറച്ച് കഷ്ണങ്ങൾ എപ്പോഴും മാറ്റി വെക്കലുണ്ട്. രാവിലത്തെ ഒരു കടിക്കാവുമല്ലോ, ആ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുള്ളതാട്ടത്. 1 ടീസ്പൂൺ നാരങ്ങാ നീരോ അല്ലെങ്കിൽ വിനെഗറോ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. എളുപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി ഇത് നമ്മൾ കുക്കറിലാട്ടോ ചെയ്യുന്നത്. കുക്കർ ചൂടായ ശേഷം അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് അങ്ങ് ഇട്ടെടുക്കാം. കംപ്ലീറ്റ് ചിക്കനും അങ്ങ് ഇട്ടെടുക്കാം കേട്ടോ. ഒത്തിരി ചിക്കൻ ഉണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ഇറക്കി മറിച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഫ്ലെയിം ലോ മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6-8 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പൊ മീഡിയം എരിവൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4-5 ഇടാം. പിന്നെ ഒരു തക്കാളിയാണ്, അതും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. ഇനി നമുക്ക് സെയിം മിക്സിയുടെ ജാറിൽ തന്നെ സവാളയും കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി അരച്ചെടുക്കാനുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള സവാള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒരു 2 തണ്ട് മല്ലിയിലയും കൂടി ഇട്ടെടുത്ത് ഇതും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ അരച്ചിട്ട് സെയിം ബൗളിലേക്ക് തന്നെ അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് നെയ്യൊക്കെ ഇറങ്ങി നന്നായിട്ട് ഫ്രൈ ആയി വരണുണ്ട് കേട്ടോ. ഇടയ്ക്ക് തെരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ, മറന്നു പോകരുത്. ചിക്കൻ ആദ്യം തന്നെ അങ്ങനെ അടുപ്പത്ത് അങ്ങ് ഇട്ടേക്കാം. അതിനുശേഷം വെജിറ്റബിൾസ് ഒക്കെ അരച്ച് വരുന്ന സമയം അതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പത്തേനും 3/4 ഭാഗം കുക്ക് ആയിക്കോളും. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അങ്ങ് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസിന്റെ പച്ച സ്മെല്ലും കൊത്തൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇട്ടുകൊണ്ട് പോകരുത്, അടി പിടിക്കും. നമ്മൾ ചിക്കനിലേക്ക് മാത്രം ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പ് ടേസ്റ്റ് ഒന്ന് നോക്കുക, കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു സമയത്ത് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ കൊടുത്തേക്കണേ. ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളകും എരിവൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ടാവും. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പെരിഞ്ജീരകം 1 ടീസ്പൂൺ ആട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. സവാളയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, ഞാൻ മറന്നു പോയതാണ്. ഇനി കുക്കർ അടിച്ചു വെച്ച് വേവിക്കാം. ഓരോ കുക്കർ അനുസരിച്ച് വേവിന്റെ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു കുക്കറിൽ ഒരു 2 വിസിൽ അടിക്കുമ്പോഴത്തേനും ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചില കുക്കറിൽ ഒറ്റ വിസിൽ മതിയാവും, 2 വിസിലൊക്കെ ആകുമ്പോഴത്തേനും കലങ്ങിപ്പോകും. അതനുസരിച്ച് കുക്ക് ചെയ്തെടുക്കാം. ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് പിന്നെ ഫ്രൈ ചെയ്തൊക്കെ എടുത്ത് പിന്നെ വേവിക്കുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് കലങ്ങി പോവില്ല കേട്ടോ. ഇതിലേക്ക് തിളച്ച വെള്ളം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചെടുക്കാം. നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് 2 ഇതള് വേപ്പില, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെയ്യൊക്കെ തെളിയാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതുപോലെ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടാവും കേട്ടോ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറിയായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ചിക്കൻ ഇടുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോയൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രേവി ആക്കാതെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്തെടുക്കാം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.